ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. നമ്മൾ ബുലൂഗുൽ മറാമിൽ കിതാബ് സക്കാത്ത് അല്ലേ, അതിൽ പിന്നെ കിതാബു സദഖത്തു തത്തവ്വുഇലെ ഹദീസുകളാണ് വിശദീകരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പറഞ്ഞു വെച്ചത് യാചനയുമായി ബന്ധപ്പെട്ടല്ലേ, യാചനയുമായി ബന്ധപ്പെട്ട് അതിൽ ഇനി 2 ഹദീസുകൾ ബാക്കിയുണ്ട്. പിന്നെ ഈ ഖിസ്മു സദഖാത്ത്, പിന്നെ സക്കാത്ത് എങ്ങനെയാണ് വീതിക്കുക, ആർക്കാണ് വീതിക്കുക എന്ന വിഷയത്തിൽ ഏതാനും ഹദീസുകൾ. ഒന്നാമത്തെ ഹദീസ് സുബൈർ ഇബ്നുൽ അവ്വാമിൽ നിന്നുള്ള ഹദീസാണല്ലേ. വഅൻ അസ്സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു തആല അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലഅൻ യഅഖുദ അഹദുകും ഹബ്ലഹു ഫയഅതി ബിഹുസ്മത്തിൻ മിനൽ ഹതബി അലാ ളഹ്രിഹി ഫയകുഫ ബിഹാ വജ്ഹഹു ഖൈറുൻ ലഹു മിൻ അൻ യസ്അല അൻ-നാസ അഅതൗഹു ഔ മനഉഹു. യെസ്, എങ്ങനെ അങ്ങനെയുണ്ടോ? ബിഹുസ്മത്തിൻ മിനൽ ഹതബില്ല. ഓ അലാ ളഹ്രിഹി ഫയബിഅഹ. ഫയബിഅഹ അവിടെ വേണം, മറ്റേത് പ്രശ്നമല്ല. അലൈഹിസ് സലാം. ഖൈറുൻ ലഹു മിൻ യസ്അല അൻ-നാസ അഅതൗഹു ഔ മനഉഹു. അത് ബുഖാരിൻ്റെ ഹദീസല്ലേ, റവാൽ ബുഖാരിയ. ഒന്നാമത്തെ ഹദീസ് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു എന്ന ഹദീസാണ്. സുബൈർ ഇബ്നുൽ അവ്വാം എന്താ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? ഹവാരി റസൂലുള്ളാഹിൻ്റെ ഹവാരിയാണ് സുബൈർ. അദ്ദേഹം സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളിൽ ഒരാളാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബന്ധു കൂടിയാണ് സുബൈർ ഇബ്നുൽ അവ്വാം. ബന്ധം എൻ്റെ ഓർമ്മയിൽ തെളിയില്ല, പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിട്ട് ബന്ധമുണ്ട് അദ്ദേഹത്തിന്. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഅൻ യഅഖുദ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ എടുക്കലാണ്, സ്വീകരിക്കലാണ്, ഹബ്ലഹു തൻ്റെ കയർ, നിങ്ങളിലൊരാൾ തൻ്റെ കയർ എടുക്കലാണ്, ഫയഅതിയ എന്നിട്ടവൻ കൊണ്ടുവരലുമാണ്, ബിഹുസ്മത്തി മിനൽ ഹതബ് ഒരു കെട്ട് വിറക്. ഹുസ്മ എന്ന് പറഞ്ഞാൽ കെട്ട്, ഒരു കെട്ട് വിറക്. അവിടെ ബിഹുസ്മത്തി മിനൽ ഹതബ് അല്ലെങ്കിൽ ഹുസ്മത്തിൽ ഹതബ് വിറകും കെട്ട്. തൻ്റെ കയറെടുത്ത് വിറകും കെട്ട് കൊണ്ടുവരലാണ്. എവിടെ? അല അബഹരി തൻ്റെ മുതുകിൽ. ഫയബിഅഹ എന്നിട്ട് ആ വിറകും കെട്ട് വിൽക്കലും, ഫയകുഫ ബിഹാ വജ്ഹു അങ്ങനെ അവൻ്റെ മുഖം അവൻ അതുകൊണ്ട് യാചനയിൽ നിന്ന് ചെറുക്കലുമാണ്, യാചനയെ തൊട്ട് ചെറുക്കലുമാണ്. ഖൈറുൽ ലഹു അവന് ഉത്തമമായത്, മിൻ അൻ യസ്അലന്നാസ് ജനങ്ങളോട് യാചിക്കുന്നതിനേക്കാൾ, മിൻ അൻ യസ്അലന്നാസ് ജനങ്ങളോട് യാചിക്കുന്നതിനേക്കാൾ, അഅതൗഹു ജനങ്ങൾ അവൻക്ക് നൽകിയാലും, ഔ മനഊഹു ജനങ്ങൾ അവന് തടഞ്ഞാലും. ജനങ്ങൾ തന്നില്ലേ, ജനങ്ങളോട് ചോദിക്കുന്നതിനേക്കാൾ ഉത്തമമായത് എന്താണ്? തൻ്റെ കയറെടുത്ത് അതുകൊണ്ടൊരു കെട്ട് വിറക് കൊണ്ടുവരിക, തൻ്റെ മുതുകിൽ ചുമന്ന്, എന്നിട്ട് അത് വിൽക്കുക. അങ്ങനെ യാചനയിൽ നിന്ന് തൻ്റെ മുഖത്തെ തടുക്കുക, അതാണ് ഉത്തമമായത്. ഒന്നുകൂടി ഹദീസിൻ്റെ കോർവ, ലഅൻ യഅഖുദ അഹദുക്കും നിങ്ങളിലൊരാൾ സ്വീകരിക്കലാണ്, എടുക്കലാണ്, ഹബ്ലഹു തൻ്റെ കയർ, ഫയഅതിയ ബിഹുസ്മത്തി മിനൽ ഹതബ് എന്നിട്ട് ഒരു കെട്ട് വിറക് അവൻ കൊണ്ടുവരലാണ്, അലാ ബഹ്രി തൻ്റെ മുതുകിൽ, അലൈക്കും സലാം, ഫയബിഅഹ എന്നിട്ട് ആ വിറകും കെട്ട് വിൽക്കലാണ്, ഫയകുഫ ബിഹാ വജ്ഹു അങ്ങനെ ആ വിറക് കെട്ടുകൊണ്ട് തൻ്റെ മുഖം അവൻ
ചെറുക്കലാണ്, തടുക്കലാണ്. യാചനയെ തൊട്ട് തടുക്കാന്നർത്ഥം. തടുക്കലാണ് ഖൈറുല്ലഹു അവന് ഉത്തമമായത് മിൻ അയ്യസ് അലന്നാസ് ജനങ്ങളോട് യാചിക്കുന്നതിനേക്കാൾ. അഅതൗഹു ജനങ്ങൾ അവന് നൽകട്ടെ, ഔ മനഉഹു ജനങ്ങൾ അവന് തടയട്ടെ. കൊടുത്താലും ഇല്ലെങ്കിലും ശരി. ചോദിക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്? കയറെടുത്തിട്ട് വിറക് കെട്ടിച്ചുമന്ന് അത് വിൽക്കലും യാചനയിൽ നിന്ന് തൻ്റെ മുഖത്തെ തടുക്കലുമാണ് ഒരാൾക്ക് ഉത്തമമായത്. ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അപ്പോൾ ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ യാചനയെ നിരുത്സാഹപ്പെടുത്തുകയാണ്. പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധ്വാനിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കണം. അധ്വാനിച്ച് ജീവിക്കുവാൻ പ്രോത്സാഹിപ്പിക്കണം. കഫ എന്ന് പറഞ്ഞാൽ തടുക്കുക. യകുഫ ഫയകുഫ ബിഹ ആ വിറകും കൊട്ടുകൊണ്ട് അവൻ തടുക്കലാണ് വജഹു തൻ്റെ മുഖത്തെ. ഏതിൽ നിന്ന്? യാചനയിൽ നിന്ന്. ഒരു മുസൽമാനിന് മാ ഉൽ വജ് പറഞ്ഞിട്ടൊന്നുണ്ട്. മാ ഉൽ വജ് എന്താ? മാ ഉൽ വജ് അൽ മുഹയ്യ എന്ന് പറയും, അല്ലെങ്കിൽ മാ ഉൽ വജ് എന്ന് പറയും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിമാനം എന്നുള്ളതിൻ്റെ ഒരു പ്രയോഗമാണത്. ആ മാ ഉൽ വജ് ഒരിക്കലും ഒരു മുസ്ലിം നഷ്ടപ്പെടുത്താൻ പാടില്ല. അത് യാചനയിലൂടെ മനുഷ്യർക്ക് പോകും, നഷ്ടപ്പെടും. നിരുത്സാഹപ്പെടുത്തിയിട്ട് റസൂലുള്ള പറയാണ്, കഴിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യണം? അധ്വാനിക്കണം, സമ്പാദിക്കണം, ജോലി ചെയ്യണം. അതുകൊണ്ട് അതുകൊണ്ട് വിറകും കെട്ടന്നെ എടുക്കണം എന്നല്ല, പിന്നെയോ ഏത് ജോലിയും ചെയ്യാം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഏറ്റവും നല്ല ജോലി ബിസിനസ്സാണ്, കച്ചവടം. ഇമാം മാവർദി പറഞ്ഞത് സിറാത്ത് എന്ന് പറഞ്ഞത് കൃഷി, കാർഷിക വൃത്തിയാണ് ഏറ്റവും നല്ലത്. ഇമാം ഷാഫിയുടെ വീക്ഷണത്തിൽ ഏറ്റവും നല്ല ജോലി തിജാറത്ത്, കച്ചവടം. ഏത് ജോലിയായാലും മനസ്സിലല്ലേ, ഏത് ജോലിയായാലും ഹലാലായത് ആയാൽ മതി. യാചിക്കുന്നതിനേക്കാൾ അതാണ് ഉത്തമം. തയ്യം. അടുത്ത ഹദീസ് വഅൻ സമുറത്ത് ഇബ്നു ജുന്ദുബ് അല്ലേ, സമുറ ഇബ്നു ജുന്ദുബ് റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മസ്അലതു കദ്ദുൻ യകുദ്ദു അല്ലേ, യകുദ്ദു ബിഹ الرجل وجهه إلا أن يسأل الرجل سلطانا أو في أمر لا بد منه الترمذي الحديث رواه الترمذي وصححه. طيب وعن سمرة بن جندب رضي الله عنه നിവേദനം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മസ്അലത്തു മസ്അല എന്ന് പറഞ്ഞാൽ യാചന, അൽ മസ്അല എന്ന് പറഞ്ഞാൽ യാചന കദ്ദുൻ എന്ന് പറഞ്ഞാൽ എന്താ? മുഖം മാന്തി കീറിനെ പറയാം. മുഖം മാന്തി കീറിനാണ് കദ്ദുൻ എന്ന് പറയുന്നത്. യകുദ്ദു ബിഹ യാചനയിലൂടെ മാന്തി കീറുന്നു അർറജുൽ ഒരു മനുഷ്യൻ വജഹു തൻ്റെ മുഖത്തെ. ഒരു മനുഷ്യൻ തൻ്റെ മുഖത്തെ മാന്തി കീറുന്ന സംഗതിയാണിത് യാചന. സ്വന്തം മുഖം വികൃതാക്കുക, അതാണ് നമ്മുടെ ഉദ്ദേശം. അൽ മസ്അലതു കദ്ദുൻ യാചന, അത് മുഖം വികൃതമാക്കലാണ്, മാന്തി കീറലാണ്. യകുദ്ദു ബിഹ യാചനയിലൂടെ ഒരു മനുഷ്യൻ മാന്തി കീറുന്നു അർറജുൽ ഒരു മനുഷ്യൻ മാന്തി കീറുന്നു വജഹു തൻ്റെ മുഖത്തെ. ഇല്ല അയ്യസ് അൽ റജുൽ സുൽത്താനൻ ഇല്ല എന്നാൽ അയ്യസ് അൽ റജുൽ സുൽത്താനൻ ഒരു വ്യക്തി ഭരണാധികാരിയോട് ചോദിക്കുകയാണ്. ഔ അല്ലെങ്കിൽ ഫി അംരി ലാ ബുദ്ദ മിൻഹു എന്താ? ഔ ഫി അംരി അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. ലാ ബുദ്ദ മിൻഹു എന്താ? അവനെ കിട്ടലെന്താണ്? അനിവാര്യമാണ് എന്ന് പറഞ്ഞാൽ നിർബന്ധിതനാണ്. അനിവാര്യമായ ഒരു സംഗതി നേടുന്നതിന് വേണ്ടി ചോദിക്കുക, അല്ലെങ്കിൽ ഭരണാധികാരിയോട് ചോദിക്കുക. അങ്ങനെ അല്ലാത്ത യാചനകളൊക്കെ എന്താണ്? അത് സ്വന്തം മുഖം വികൃതമാക്കലും മാന്തി കീറലുമാണ്. ഇതാണ് പറയുന്നത്. അൽ മസ്അലതു കദ്ദു യകുദ്ദു ബിഹ അർറജുലു വജഹു ഇല്ല യസൽ റജുൽ സുൽത്താനൻ ഒരു വ്യക്തി ഭരണാധികാരിയോട് ചോദിക്കുകയാണെങ്കിൽ അല്ലാതെ. ഔ അല്ലെങ്കിൽ ഫി അംരി ലാ ബുദ്ദ മിൻഹു അനിവാര്യമായ ഒരു കാര്യത്തിന് വേണ്ടി ചോദിക്കുകയാണെങ്കിൽ അല്ലാതെ. അത് കുഴപ്പമില്ല, ഭരണാധികാരിയോട് ചോദിക്കാം. അതേപോലെ തന്നെ അനിവാര്യമായ സംഗതിക്ക് വേണ്ടിയിട്ട് ചോദിക്കാം. അതില്ല എങ്കിൽ സ്വയം മുഖം വികൃതമാക്കലാണ് യാചന. അതാണ് ആ ഹദീസിൻ്റെ തേട്ടം. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തു. ഇമാം തുർമുദി അതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു. ഭരണാധികാരിയോട് ചോദിക്കുമ്പോൾ എന്താ?
ഭരണാധികാരിയോട് ചോദിക്കുമ്പോൾ അതൊരു യാചനല്ല. കാരണം ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ഭരണാധികാരിൻ്റെ അടുത്ത് പൊതുമുതലുകൾ ഉണ്ടാവും. ആ പൊതുമുതലിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഒരാൾ ആവശ്യപ്പെട്ടത്. ആ ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ഭരണാധികാരി അത് പൊതുമുതൽ കൊടുക്കുകയാണെങ്കിൽ തന്നെ അർഹനാണോ അല്ലേ എന്നുള്ളത് പരിശോധിക്കും. മനസ്സിലായില്ലേ? അർഹനായ ആളാണെങ്കിൽ, കാരണം പൊതുമുതൽ ഭരണാധികാരിൻ്റെ അടുത്തല്ലല്ലോ കൊടുക്കുന്നത്, പൊതുമുതലല്ല എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ഇയാൾ അർഹനാണ് യോഗ്യനാണെന്നുള്ളതൊക്കെ അന്വേഷിച്ചിട്ടല്ലേ കൊടുക്കുക. പിന്നെ അനിവാര്യ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചോദിക്കല്ല നിർവാഹമല്ല. അത്തരം കാര്യങ്ങളിൽ അതാണ് പിന്നെ ഇവിടെ അനുവദിച്ചത്. മൊത്തം യാചന നിരുത്സാഹപ്പെടുത്തില്ല, പക്ഷേ അനിവാര്യ ഘട്ടങ്ങളിൽ അള്ളാഹ് കാക്കട്ടെ പിന്നെ ആകാവുന്നതാണ്. ഇതാണ് ആ അധ്യായത്തിലെ 2 ഹദീസുകൾ. ബാക്കിയുള്ളത് ഇനി അടുത്തത് ബാബു ഖിസ്മുസ് സ്വദഖാത്ത്. ബാബു ഖിസ്മുസ് സ്വദഖാത്ത് എന്താ? സദക്ക വീതം വെക്കൽ, വിതരണം ചെയ്യൽ, അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം. സദക്ക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് സക്കാത്താണ്. സക്കാത്ത് മുതലുകൾ വീതം വെക്കുക, വീതിച്ച് നൽകുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം. അബൂ സഈദിൻ്റെ ഹദീസല്ലേ ഒന്നാമത്തെ? وعن أبي سعيد الخدري رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم لا تحل الصدقة لغني إلا لخمسة لي ورا لعامل عليها أو رجل اشتراها بماله أو غارم أو غاز في سبيل الله أو مسكين تصدق عليه. أذن شديد تصدق أو مسكين تصدق عليه منها فأهدى منها لغني. الحديث هذا رواه أبو داود، رواه أحمد وأبو داود وابن ماجه وصححه الحاكم وعله وأعل بالإرسال. أبو داود أنغنا وأعل بالإرسال أنغنا. طيب رواه أحمد وأبو داود وابن ماجه وصححه الحاكم وأعل بالإرسال. طيب وعن أبي سعيد الخدري. ഈ ഹദീസ് ഒന്നാമത്തെ ഹദീസ് അബൂ സഈദ് അൽ ഖുദ്രിയിൽ നിന്നുള്ള ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ലാ തഹില്ലു സദഖതു, സദഖ അനുവദനീയമല്ല. ലാ തഹില്ലു സദഖ, സദഖ അനുവദനീയമല്ല. ആർക്ക്? ലി ഗനിയിൻ, ഗനിയൻ ധനികന് സമ്പന്നന്. സമ്പന്നന് സദഖ അനുവദനീയമല്ല. ഇല്ലാ ലി ഖംസത്തിൻ, 5 കൂട്ടർക്ക് ഒഴിച്ച്, സമ്പന്നരിൽ തന്നെ 5 കൂട്ടർക്ക് ഒഴിച്ച്. ഒന്നാരാണ്? ലി ആമിലിൻ അലൈഹ, ലി ആമിലിൻ അലൈഹ, ആ സക്കാത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന സമ്പന്നൻ. ഔ അല്ലെങ്കിൽ റജുലിൻ ഇഷ്തറാഹ ബിമാലിഹി, ഔ റജുലിൻ അല്ലെങ്കിൽ ഒരു വ്യക്തി സമ്പന്നനാണ്, ഇഷ്തറാഹ അയാൾ സദക്ക വാങ്ങി, സക്കാത്ത് വാങ്ങി, ബിമാലിഹി തൻ്റെ സ്വത്ത് കൊണ്ട്. ഔ അല്ലെങ്കിൽ ഗാരിമിൻ കടക്കാരൻ, കടം കൊണ്ട് വലഞ്ഞ സമ്പന്നൻ. ഔ അല്ലെങ്കിൽ ഗാസിൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന സമ്പന്നൻ. ഗാരിമാണ് കടക്കാരൻ. ഗാസിൻ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്നവൻ, ഗസ്വത്ത് എന്നാണ് യുദ്ധം. ഗാസിൻ എന്ന് പറഞ്ഞാൽ ഗസ യഗ്സു, ഗാസിൻ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്നവൻ. ഔ ഗാസിൻ ഫി സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവൻ. ഔ അല്ലെങ്കിൽ മിസ്കീനിൻ സാധു, തുസുദ്ദിഖ അലൈഹി മിൻഹ, സക്കാത്തിൽ നിന്ന് അയാൾക്ക് സദക്ക നൽകപ്പെട്ടു. ഔ മിസ്കീൻ അല്ലെങ്കിൽ ഒരു മിസ്കീൻ, തുസുദ്ദിഖ അലൈഹി അയാൾക്ക് സദക്ക നൽകപ്പെട്ടു, സക്കാത്ത് നൽകപ്പെട്ടു, മിൻഹ അതിൽ നിന്ന്, സക്കാത്തിൽ നിന്ന് ഒരാൾക്ക് സദക്ക നൽകപ്പെട്ടു, സക്കാത്ത് നൽകപ്പെട്ടു. ഫഅഹ്ദ മിൻഹ, ഫഅഹ്ദ അപ്പോൾ ആ മിസ്കീൻ എന്ത് ചെയ്തു? അതിൽ നിന്ന് ദാനം സദക്ക സമ്മാനം നൽകി. ആർക്ക്? ലി ഗനിയിൻ ഒരു സമ്പന്നന്.
അത് ഓരോന്ന് വിശദീകരിക്കാം. ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് എന്താ? ലാ തഹല്ലു സദഖത്തു ലി ഗനിയിൻ. സദക്ക ആർക്ക് അനുവദനീയമല്ല? ധനികന് അനുവദനീയമല്ല. പിന്നെ ആർക്കാ സദക്ക? ഫക്കീറിനാണ്, മിസ്കീനാണ്. മിസ്കീനും ഫക്കീറിനാണ് എന്ത്? സക്കാത്ത്. അത് ധനികന്മാർക്ക് അനുവദനീയമല്ല. ഇല്ലാ ലി ഖംസത്തിൻ. പക്ഷെ 5 കൂട്ടർക്ക് ഒഴിച്ച് അവർക്ക് ധനികന്മാരാണെങ്കിലും സക്കാത്ത് അനുവദനീയമാണ്. ഒന്നാരാണ്? വലൈക്കും സലാം. ലി ആമിലിൻ അലൈഹ. സക്കാത്തിന് വേണ്ടി റഹ്മക്കല്ലാ, സക്കാത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന വ്യക്തി. സക്കാത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന വ്യക്തി ആരാ? ഇപ്പം സക്കാത്ത് പിരിക്കാൻ അല്ലേ, സക്കാത്ത് നോക്കാൻ, സക്കാത്ത് എത്തിക്കാൻ, ഇതിനൊക്കെ പണിയെടുക്കുന്ന ആളുകളുണ്ടാവും, സമ്പന്നരായിട്ടുള്ള ആളുകൾ. അവർക്ക് കൂലില്ല എങ്കിൽ, അവരതിന് കൂലി പറ്റുന്നുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കാൻ പാടില്ല. പക്ഷേ അവർ ഫ്രീ സർവീസാണ് എങ്കിൽ, അവരുടെ ഫ്രീ സേവനമാണ് എങ്കിൽ പിന്നെ അതിനെന്ത് ചെയ്യാം? അവർക്ക് സക്കാത്ത് കൊടുക്കാവുന്നതാണ്, സക്കാത്തിന് കൊടുക്കാവുന്നതാണ്. സമ്പന്നനാണെങ്കിലും. ഒരു സമ്പന്നനായ വ്യക്തി ഗവൺമെൻറ്റിൽ നിന്ന് കൂലി വാങ്ങണില്ല, ബൈത്തുൽ മാലിൽ നിന്ന് കൂലി വാങ്ങണില്ല, പിന്നെ അയാളുടെ സമയം അയാൾ എന്ത് ചെയ്യാണ്? ഇതിന് വിനിയോഗിക്കുകയാണ്. സക്കാത്ത് പോയി നോക്കാൻ, കളക്ട് ചെയ്യാൻ, അത് എഴുതി വെക്കാൻ, രേഖപ്പെടുത്താൻ, അവകാശികളെ കാണാൻ, അവരെ രേഖപ്പെടുത്താൻ, എന്നിട്ട് അതിൻ്റെ ആളുകൾ മനസ്സിലല്ലേ, ഇങ്ങനെയൊക്കെ ജോലി ചെയ്യേണ്ടെങ്കിൽ അവരിതിന് കൂലി വാങ്ങുന്നില്ല എങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ? സക്കാത്തിന് കൊടുക്കാവുന്നതാണ്. സമ്പന്നനാണെങ്കിലും കൊടുക്കാം. ഇല്ല സക്കാത്ത് അയാൾക്ക് പിന്നെ ഈ സാധുവിന് കൊടുക്കുന്നുണ്ടല്ലോ, മനസ്സിലായി, അവരുടെ അവകാശം അനുവദിക്കാൻ പാടുള്ളതല്ല, ഉള്ളതിൽ നിന്ന് ഉള്ള വിഹിതം, അത് അതിൻ്റെ ആ അനുവാദം നോക്കിയിട്ട് എത്രയാണുള്ളത് അതിനനുസരിച്ച്. തയ്യം. ഔ റജുലിൻ, അല്ലെങ്കിൽ ഒരു വ്യക്തി ഇഷ്തറാഹ ബിമാലിഹി, തൻ്റെ സ്വത്ത് കൊണ്ട് സക്കാത്ത് വാങ്ങി എങ്കിൽ ധനികൻ എന്ത് ചെയ്യാൻ? സക്കാത്ത് ഉപയോഗിക്കാം. അത് യഥാർത്ഥത്തിൽ എന്താണെന്നറിയാം? അതായത് ഒരു മിസ്കീന് സക്കാത്ത് കിട്ടി, മിസ്കീന് കിട്ടി, അപ്പം ധനികൻ പോയിട്ട് ആ സക്കാത്ത് പൈസ കൊടുത്തിട്ട് മേടിച്ച്. ധനികനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ അതെന്തല്ല, നേരിട്ട് അയാൾക്ക് സക്കാത്തല്ല, പിന്നെയോ സക്കാത്താണ്, പക്ഷേ അയാൾ കാശ് കൊടുത്ത് മേടിച്ചാണ്. ഇപ്പോൾ ഒരു ധനികന് ഒരാളൊരു പശു സക്കാത്ത് കൊടുത്ത്, അല്ല ഒരു ദരിദ്രന്, അപ്പോൾ ഒരു മുതലാളി വന്നിട്ട് എന്ത് ചെയ്യണം? ആ പശു അയാളിൽ നിന്ന് അയാൾക്ക് കാശ് കൊടുത്തിട്ട് മേടിക്കുകയാണ്. അതാണ് പറഞ്ഞത്, അതാണ് ഇവിടെ ഉദ്ദേശം. ഔ റജുലിൻ ഇഷ്തറാഹ, സക്കാത്തിനെ അയാൾ വാങ്ങി, ബിമാലി, തൻ്റെ സ്വത്ത് കൊണ്ട്. ഔ ഹാരിമിൻ, അല്ലെങ്കിൽ കടം കൊണ്ട് വലഞ്ഞവൻ. കടം കൊണ്ട് വലഞ്ഞവൻ ധനികനാണെങ്കിൽ അയാൾക്ക് സക്കാത്ത് കൊടുത്തിട്ട് സഹായിക്കാം. ഔ അല്ലെങ്കിൽ ഖാസിം ഫി സബീലില്ല, അള്ളാഹിൻ്റെ മാർഗത്തിൽ യോദ്ധാവ്, യുദ്ധം ചെയ്യുന്നവൻ, അയാൾ ധനികനാണെങ്കിലും സക്കാത്ത് കൊടുക്കാം. പക്ഷേ യോദ്ധാക്കൾ അതിന് കൂലി ഉണ്ടല്ലോ, സാലറി പറ്റാൻ പാടില്ല, സാലറി വാങ്ങാൻ പാടില്ല. സാലറി വാങ്ങാതെ സ്വയം സന്നദ്ധനായിട്ട് യുദ്ധം ചെയ്യുന്ന ആളുകൾക്കാണ് അവിടെ പിന്നെ സക്കാത്ത്. ഖാസിം എന്നുള്ളതിന് ഖാദിബ്, ഖാദിബ് അല്ല, എന്തേ ഖാദിം, അത് ഖാദിം, അത് വേദറ ഖാദിം, ഇത് ഖാസിൻ, അത് രണ്ടും വ്യത്യാസമുണ്ട്. ഇത് കുറേ വ്യത്യാസമല്ലേ. തയ്യ്. ഔ മിസ്കീനിൻ, അല്ലെങ്കിൽ ഒരു മിസ്കീൻ തുസുദ്ദിഖ അലൈഹി, അയാൾക്ക് സക്കാത്ത് നൽകപ്പെട്ടു, മിൻഹ, സക്കാത്തിൽ നിന്ന് അദ്ദേഹത്തിന് നൽകപ്പെട്ടു. ഫഅഹ്ദ മിൻഹ, തനിക്ക് നൽകപ്പെട്ട സക്കാത്തിൽ നിന്ന് ആ മിസ്കീൻ ഹദിയ നൽകി, സമ്മാനമായിട്ട് നൽകി. ആർക്ക്? ലി ഗനിയിൻ, ഒരു ധനികന്. അപ്പോൾ ഒരു മിസ്കീൻ സക്കാത്ത് വാങ്ങി, എന്നിട്ട് ഒരു ധനികന് ആ സക്കാത്തിൽ നിന്ന് അയാൾ സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ധനികൻ അത് സ്വീകരിക്കാം. അത് നേരിട്ട് സക്കാത്ത് വാങ്ങല്ല. എന്താ ചിരിക്കണ്? എങ്ങനെ? അത് മുഷ്കിൽ. ധനികൻ അതായത് ഇയാൾ തന്നെ മിസ്കീനാണ്, പിന്നെ അയാളെങ്ങനെ ഹദിയ കൊടുക്കണം എന്നുള്ളതാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ആയിഷ റളിയല്ലാഹു തആലയുടെ ചരിത്രം വായിക്കുമ്പോൾ ഒരു ദിവസം ആയിഷ റളിയല്ലാഹു തആല നോമ്പുകാരിയാണ്. ആയിഷയുടെ വീട്ടിൽ ഖാദിമത്താണ് ബരീറ, അവരും നോമ്പുകാരിയാണ്. അപ്പോൾ അസർ ടൈം അടുത്താണ്. അപ്പോൾ ഒരാൾ യാചകം വന്ന് വല്ലതും തരണേന്നാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആലയുടെ ഓർമ്മയിൽ വന്ന് അവിടെ റൊട്ടി ഉണ്ടായിനി, അന്ന് നോമ്പർക്കുള്ള റൊട്ടിയാണ് എടുത്തു കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ബരീറ എടുത്ത് കൊടുത്ത്.
എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാണ്, ആയിഷ നമ്മൾക്ക് നമുക്ക് നോമ്പ് തുറക്കണ്ടേ, ഇനി ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞ്, ഒന്നുമില്ല. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ് പിന്നെ നോക്ക് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, വെയിറ്റ് ചെയ്യാൻ. അങ്ങനെ ആ ചരിത്രത്തിൽ കാണാം ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്തുകൊണ്ടോ നോമ്പ് തുറന്ന് അങ്ങനെ മഗ്‌രിബ് നിസ്കരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു വ്യക്തി ഒരു ഖറൂഫ് ആടിനെ മാംസം പാകം ചെയ്തിട്ട് അതൊന്നായിട്ട് കൊണ്ടുവന്നിട്ട് അവിടെ വീട്ടുപടിക്കൽ വെച്ച് പിന്നെ ഒരു ഹദിയ കൊടുത്തിട്ട് പോയി എന്നാണ്. ഒരു സഹാബി മനസ്സിലായി, അത് ഏതോ ഒരു വ്യക്തിയല്ല, ഒരു സഹാബി കൊടുത്ത് പോയി എന്നാണ്, മനസ്സിലല്ലേ. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല ബരീറയോട് പറയുന്നുണ്ട്, മനസ്സിലല്ലേ, നമ്മൾ നോമ്പ് തുറക്കാൻ പ്രതീക്ഷിച്ചിരുന്നത് എന്താ, റൊട്ടിയാണ്, പക്ഷെ ഇപ്പം നമുക്ക് കിട്ടിയത് എന്താ വലുതാണ് എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഇല്ലെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാവാനുള്ള സ്രോതസ്സുകൾ തുറക്കും, നമുക്കുണ്ടാക്കും. അൽഹംദുലില്ലാഹ്. എത്രയോ മിസ്കീന്മാരുടെ ചരിത്രം വായിക്കില്ല അങ്ങനെ. റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരിൽ കുറേ ചരിത്രങ്ങൾ കാണാൻ സാധിക്കും. റസൂലുള്ളാഹിൻ്റെ ഭാര്യയിൽ തന്നെ സൈനബ് ബിന്ത് ജഹ്ഷ്, ഉമ്മുൽ മസാക്കീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹദി, അതേപോലെ സൈനബ് ബിന്ത് ഖുസൈമ ഉമ്മുൽ മസാക്കീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന, അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്തൊന്നും അത്ര ഭൗതികമായ കോപ്പുകളിലായിരുന്നു, പക്ഷേ ഉള്ളത് കൊണ്ടുള്ള അവരുടെ സേവന പ്രവർത്തനങ്ങളാണ്. ഇതിലൊരു ഉദാഹരണമാണ് ബരീറൻ്റെ സംഭവം. ഇപ്പം ആയിഷുമ്മൻ്റെ വൃത്തിനെ കുറിച്ച് പറഞ്ഞില്ല, ബരീറ. ഈ ബരീറ ആരോ സക്കാത്ത് കൊടുത്ത്, മാംസത്തിന് കൊടുത്ത്, ഇറച്ചി കിട്ടി സക്കാത്തായിട്ട്. അങ്ങനെ അതിങ്ങനെ പാകം ചെയ്യാണ് വീട്ടിൽ. ആയിഷ റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ തന്നെയല്ലേ ബരീറ ഉള്ളത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ ഇറച്ചി പാകം ചെയ്യാണ്. അപ്പോൾ റസൂലുള്ള ഈ ഇറച്ചിൻ്റെ മണം കേട്ടിരിക്കുന്നു പുറത്ത് പോയപ്പോൾ. തിരിച്ചു വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇവിടെ അല്ലേ ഇറച്ചി വെക്കണത് കണ്ട്, അതെവിടെ ചോദിച്ചു, പാകം ചെയ്ത ഇറച്ചി. അപ്പോൾ ആയിഷമ്മ പറയണം, അത് നമുക്ക് പറ്റൂല, അത് ബരീറക്ക് സക്കാത്ത് കിട്ടിയതാണ്, ബരീറക്ക് സദക്കയായിട്ട് കിട്ടിയതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് ബരീറക്ക് സദക്കയാണെങ്കിലും നമുക്ക് ഹദിയാണ്, ബരീറക്ക് സദക്കയാണെങ്കിലും നമുക്ക് എന്താണ്, ഹദിയാണ് അല്ലേ. ബരീറക്കാരോ സദക്ക കൊടുത്ത് ബരീറ നമുക്ക് എന്ത് ചെയ്ത് അത് ഹദിയായിട്ട് തന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന് കഴിച്ചു എന്നുള്ളതാണ്. ഏതായാലും ഒരു മിസ്കീനിന് സദക്ക കിട്ടിയത് ഒരാൾക്ക് ഹദിയ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അയാൾക്ക് എന്താണ്, അനുവദനീയമാണ്. എന്തെങ്കിലും പറയാം തിരിച്ച്. അല്ല ഹദിയ വേറെ, ഹദിയ പറഞ്ഞാൽ സമ്മാനം, സദക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധദാനം. കൂലി നീയത്തിനനുസരിച്ചിരിക്കും. ഹദിയ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കൂലി കിട്ടും, സദക്ക കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കൂലി കിട്ടും. സക്കാത്ത് എന്താണ്, സക്കാത്ത് നിർബന്ധ ബാധ്യയാണ് അല്ലേ. സദക്ക ആമാണ് നമ്മൾ പറഞ്ഞത്, മനസ്സിലല്ലേ, ഹദിയും അതനുസരിച്ചിരിക്കും. രണ്ടും വ്യത്യാസമുണ്ട്, സദക്കയും ഹദിയയും വ്യത്യാസമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സദക്ക പാടില്ലായിരുന്നു, സദക്ക പാടില്ല, നബി കുടുംബത്തിന് പാടില്ല. അതേസമയം ഹദിയ റസൂലുള്ളാഹിക്ക് സ്വീകരിക്കുക. അതുകൊണ്ടല്ലേ സൽമാൻ ഫാരിസി ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വന്നപ്പോൾ ആദ്യം കൊണ്ടുവന്നിട്ട് സദക്ക കൊടുത്ത്. സൽമാൻ ഫാരിസി റസൂലുള്ളാഹിനെ പരീക്ഷിക്കുകയാണ്, നബിയാണോ എന്നുള്ളത്. അപ്പോൾ ആദ്യം കൊണ്ടുവന്നിട്ട് സദക്ക കൊടുത്ത്. അപ്പോൾ സദക്കയെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി നിങ്ങൾ തിന്നോളി എന്നിട്ട് സഹാബത്തിന് കൊടുത്തു. റസൂലുള്ളാഹി കഴിച്ചില്ല. പിന്നത്തെ ദിവസം വന്നിട്ട് ഹദിയ കൊടുത്ത്, ഇത് ഹദിയാണ്. അപ്പോൾ റസൂലുള്ളാഹി എന്ത് ചെയ്ത് കഴിച്ച്, മനസ്സിലായില്ലേ. അപ്പോൾ സൽമാൻ ഫാരിസി അറിയണം, അപ്പോൾ 2 തെളിവ് കിട്ടി. പിന്നെ 3ാമത്തെ തെളിവ് പ്രവാചക മുദ്രയാണ്. അതും അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടാണ് പിന്നെ സൽമാൻ ഇസ്ലാം സ്വീകരിക്കുന്നത്. ഏതായാലും ഹദിയയും സദക്കയും വ്യത്യാസമുണ്ട്. സദക്ക നബി കുടുംബത്തിന് പാടുള്ളതല്ല. ഇവിടെ ലാ തഹില്ലു സദക്കത്തുൽ ഗനി എന്നറിയില്ലേ, അതേപോലെ തന്നെ നബി കുടുംബത്തിന് എന്ത് പാടുള്ളതല്ല, സദക്ക പാടുള്ളതല്ല. അത് അവർ ഗനിയാണെങ്കിലും അല്ലെങ്കിലും നബി കുടുംബത്തിനും പാടുള്ളതല്ല. നബി കുടുംബത്തിലേക്ക് ചേർക്കപ്പെടുന്ന മൗലന്മാരുണ്ടാവും, അവർ മോചിപ്പിച്ച മൗലന്മാർ. അപ്പോൾ അബൂ റാഫി റളിയല്ലാഹു തആല അൻഹു, അബൂ റാഫി പിന്നെ അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ മൗലയാണ്, അബ്ബാസാണ് അബൂ റാഫിനെ എന്ത് ചെയ്യുന്നത്, പിന്നെ റസൂലുള്ളാഹിക്ക് നൽകുന്നത് അബൂ റാഫി. അതുകൊണ്ട് അബൂ റാഫിൻ്റെ അബൂ റാഫിന് ആരോ സക്കാത്ത് കൊടുത്ത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, പിന്നെ നബി കുടുംബത്തിനും നബി കുടുംബത്തിൻ്റെ മൗലന്മാർക്കും എന്ത് ചെയ്യില്ല, പിന്നെ സദക്ക പാടുള്ളതല്ല.
പിന്നെ ഒരു വിഭാഗത്തിൻ്റെ മൗല എന്ന് പറഞ്ഞാൽ അവർ മോചിപ്പിച്ച അടിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ മെമ്പർമാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സദക്ക കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറയുന്നുണ്ട്. ഞാൻ വലിയ സംഭവമായി ചരിത്രം വായിച്ചു, മുമ്പ് വായിക്കാത്ത അബൂ റാഫിയുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ ഇപ്പം അങ്ങോട്ട് ക്ലിക്കാണില്ല. ഈ ജയിലിലെ ദഅവത്ത് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും ശരിയാവില്ല ക്ലാസ്. അവിടുത്തെ ആവലാദികളും അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും തലയിൽ. എന്താ പറഞ്ഞേ? ഔ റജുലിൻ, ഒരു വ്യക്തി ധനികൻ, ഇഷ്തറാഹ സദക്കയെ അയാൾ വാങ്ങി, ബിമാലിഹി തൻ്റെ കാശ് കൊണ്ട് വാങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് സദക്ക കിട്ടിയപ്പോൾ എന്ത് ചെയ്തു, അത് ഒരു ധനികൻ വന്നിട്ട് വാങ്ങി എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, അത് സദക്ക ആണെങ്കിലും അത് ഉപയോഗിക്കാം. അല്ലല്ല, പക്ഷേ ഈ സദക്ക കിട്ടിയ വ്യക്തി അതിന് അർഹനാണ്. പക്ഷെ വാങ്ങിയ വ്യക്തി, അയാളിൽ നിന്ന് വാങ്ങിയ വ്യക്തി ധനികനാണ്. അതായത് ഇപ്പോൾ ഈ സദക്ക എന്ന് പറഞ്ഞിട്ടൊരു സ്വത്താണല്ലോ, ഈ സ്വത്ത് സദക്കയാണ്. ഇത് നേരിട്ട് ധനികന് പാടുള്ളതല്ല. പക്ഷേ ഒരാൾ ഈ സദക്ക ഉടമപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അയാളിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങാം, ധനികന് വാങ്ങാം. ഇല്ലല്ല, എപ്പോഴും അങ്ങനെ തന്നെയല്ല. അതായത് ഇപ്പം ഇത് പ്രാക്ടിക്കൽ ഇതുണ്ടല്ലോ രീതി, എങ്ങനെ കിട്ടും. ഇല്ലല്ല, എന്താണോ വാങ്ങാൻ പറ്റിയത് അത്. ഇപ്പം സദക്ക എന്നുണ്ടെങ്കിൽ വെറും പൈസ ഒന്നും അല്ലല്ലോ. ധാന്യവിളകൾ സദക്ക വരില്ലേ, സ്വർണം സദക്ക വരൂലേ, മനസ്സിലെ? അതേപോലെ തന്നെ പിന്നെ കാലി സമ്പത്തിൽ സദക്ക വരൂലേ, തേൻ സദക്ക വരൂലേ. അപ്പം അത്തരം കാര്യങ്ങളൊക്കെയാണ്. കിട്ടിയോണ്ട് ചെയ്യാം, സദക്ക കിട്ടിയോണ്ട് ഇടപാട് നടത്താൻ മുഷ്കിൽ. ഫിത്തർ സക്കാത്ത് ആയാലും സദക്ക ആയാലും ഒക്കെ ഒരാൾ ഒരു സാധുവിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അയാൾക്കതിൽ ഇടപാട് നടത്താം. ഈ ഹദീസ് റവാഹു അഹ്മദ് വ അബൂ ദാവൂദ് വ ഇബ്നു മാജ വസഹഹഹു അൽ ഹാക്കിം വ ഉഇല്ല ബിൽ ഇർസാൽ. ഈ അബൂ സഈദിൻ്റെ ഹദീസ് ഉണ്ടല്ലോ, ആ ഹദീസ് മുർസലാണ് എന്ന് അതിനൊരു ന്യൂനത പറയപ്പെട്ടിട്ടുണ്ട്. അതാണ് പറഞ്ഞത് വ ഉഇല്ല, അതിനൊരു ഇല്ലത്ത് ന്യൂനത പറയപ്പെട്ടിട്ടുണ്ട്. ബിൽ ഇർസാൽ, എന്താ ന്യൂനത? അത് മുർസലാണ് എന്ന് പറഞ്ഞാൽ ഹദീസ് കണ്ണി മുറിഞ്ഞാണെന്ന് അർത്ഥം. ഹദീസ് കണ്ണി മുറിഞ്ഞതാണ്, കണ്ണി ചേർന്നതല്ല എന്നൊരു ന്യൂനത അതിന് പറയപ്പെട്ടിട്ടുണ്ടെന്നാണ്. അത് പറഞ്ഞ ഇമാം അബൂ ദാവൂദും ഇമാം ബൈഹഖിയാണ്. ഇമാം ബൈഹഖിയാണ്. പക്ഷേ ഈ ഹദീസ് കണ്ണി മുറിഞ്ഞതല്ല. ഹദീസ് വേറെയും സനദിൽ ഇത് വന്നിട്ടുണ്ട്. ഹദീസ് എന്താണ്? കണ്ണി ചേർന്ന ഹദീസ് തന്നെയാണ്. ഇമാം മാലിക് മുവത്തയിൽ ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട്. ഇമാം മാലിക് മുർസലായിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത്. അബൂ ദാവൂദിനെ പോലെ ബൈഹഖിയെ പോലെ ഇമാം മാലിക്കും ഇത് മുർസലാണെന്ന നിലക്ക് പിന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ ഹദീസ് എന്താണ്? മൗസൂലായ ഹദീസാണ്. മൗസൂൽ എന്ന് പറഞ്ഞാൽ മുത്തസിലായ ഹദീസ്, കണ്ണി ചേർന്ന ഹദീസാണ്. അതുകൊണ്ടാണ് ഇമാം ഹാക്കിം, ഇമാം ദഹബി, ഇമാം ഇബ്നു ഖുസൈമ അവരൊക്കെ ഇതിനെ സഹിഹാക്കിയിട്ടുണ്ട്, മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഇമാം നവവി, ഇബ്നു അബ്ദുൽ ബർ ഇവരൊക്കെ ഇത് ബലപ്പെട്ട ഹദീസാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജറാണ് പറയുന്നത് ഉഇല്ല ബിൽ ഇർസാൽ. കാരണം അബൂദാവൂദ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അബൂദാവൂദ് ഇത് മുർസലാണ് എന്നുള്ള പക്ഷക്കാരനാണ്. പക്ഷേ ഹദീസ് മൗസൂലായ മുത്തസിലായ ഹദീസാണ്. ഇനി അടുത്ത ഹദീസ്. അൻ ഉബൈദുല്ലാഹ് ഉബൈദുല്ലാഹ് ഇവിടെ ഇബ്നു അദി ഇബ്നു ഖിയാർ, ഉബൈദുല്ലാഹ്. വഅൻ ഉബൈദില്ലാഹ് ഇബ്ൻ അദി ഇബ്നുൽ ഖിയാർ റളിയല്ലാഹു അൻഹു. അവിടെ റളിയല്ലാഹു തന്നെ റഹിമഹുല്ലാഹ് റളിയല്ലാഹു അൻഹു ഖാൽ أن رجلين حدثاه أنهما أتيا رسول الله صلى الله عليه وسلم يسألانه من الصدقة فقلب فيهما النظر فرآهما جلدين
ഫഖല്ലബ ഫീഹിമ അൽ ബസർ അതിലോ നമ്പർ എന്നാ നമ്പർ ഫറആഹുമാ ജൽദൈൻ ഫഖാല ഇൻ ശിഅ്തുമാ ആതൈതുകുമാ വലാ ഹദ്ദ ഫീഹിമാ ലിഗനിയ്യിൻ വലാ ലിഖവിയ്യിൻ മുക്തസിബ് ولا حظ فيها تمام فيها طيب رواه أحمد وقواه أبو داود والنسائي رواه أحمد وقواه أبو داود والنسائي طيب ഈ ഹദീസ് ഉബൈദുള്ള ഇബ്നു അദി ഇബ്നുൽ ഖിയാർ എന്ന വ്യക്തിയിൽ നിന്നാണ് നിവേദനം. അദ്ദേഹം സഹാബിയാണോ അല്ലേ എന്നുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ അദ്ദേഹം താബിഈയാണ്, കിബാർ താബിഈൻ, താബിഈങ്ങളിൽ വലിയ മുതിർന്ന വ്യക്തിയാണ് ആര്? ഈ ഉബൈദുള്ള ഇബ്നു അദി താബിഈങ്ങളിൽ മുതിർന്ന താബിഈൻ. സഹാബികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടുടനുള്ള ദറജ അതാണ് കിബാർ താബിഈങ്ങൾ. അതാണ് ശരി. അദ്ദേഹത്തോട് രണ്ട് സഹാബികൾ പറയാണ്. അപ്പോൾ അദ്ദേഹം താബിഈ എന്നുള്ളതാണ് പ്രബലമായത്. ഈ ഉബൈദുള്ള ഇബ്നു അദി ഇബ്നുൽ ഖിയാർ അദ്ദേഹമായി ബന്ധപ്പെട്ട ചരിത്രമുണ്ട്. അദ്ദേഹം ഒരിക്കൽ ഈ മുഖം കെട്ടിയിട്ട് മുഖം കാണാത്ത രീതിയിൽ മുഖം മറച്ച് ഈ വഹ്ശി ഇബ്നു ഹർബിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. വഹ്ശി ഇബ്നു ഹർബ് ആരാ? ഹംസത്തിനെ കൊന്ന, മുസൈലിമയെ കൊന്ന ആളാണ്. അപ്പോൾ ഹംസയെയും മുസൈലിമയെയും കൊന്ന വ്യക്തി എന്നുള്ള നിലക്ക് വഹ്ഷീന് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. ഹംസത്തിനെ കൊന്ന അതേപോലെ തന്നെയാണ് ആരെ കൊന്നത്? മുസൈലിമയും കൊന്നത്. ആയുധം ഒന്നാണ്, ചാട്ടുള്ളി ഒന്നാണ്. ഏതായാലും ഇയാൾ വരികയാണ്. ആര്? നമ്മുടെ റാവി ഉബൈദുള്ള ഇബ്നു അദി. ഇദ്ദേഹത്തിന് 50 വയസ്സിലങ്ങോട്ട് ആയിട്ടുണ്ടാവും. വഹ്ശി ഇബ്നു ഹർബിന് അപ്പോൾ 90 വയസ്സ് പിന്നിട്ടുണ്ടാവും എന്നാണ് ചരിത്രത്തിൽ വായിക്കാൻ സാധിച്ചത്. ഏതായാലും വഹ്ശി ഇബ്നു ഹർബിന് എന്നെ കാണാമായിരിക്കും ഈ ഉബൈദുള്ളക്ക്, വഹ്ശിനെ കാണണം. അപ്പോൾ പക്ഷേ ഇയാൾ ഇതിലാണ് വന്നത്, മുഖം മറച്ചിട്ടാണ് വന്നത്. ആര്? ഈ ഉബൈദുള്ള. വഹ്ശി കണ്ട മാത്രയിൽ, കാല് കണ്ട മാത്രയിൽ പറഞ്ഞു, നീ ഉബൈദുള്ള ഇബ്നു അദി അല്ലേ ചോദിച്ചു. വഹ്ശി ഇങ്ങോട്ട് 90 വയസ്സ് കഴിഞ്ഞാണ്. കാല് കണ്ട മാത്രയിൽ വഹ്ശി പറയാണ്, നീ ഉബൈദുള്ള ഇബ്നു അദി അല്ലേ ചോദിക്കണം. അപ്പോൾ ഞാൻ അതാണെന്ന് പറഞ്ഞിട്ട് ഇത് മാറ്റി. അപ്പോൾ വഹ്ശിനോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇന്നെ മനസ്സിലായത്? ഞാൻ ഉബൈദുള്ള ഇബ്നു അദിയാണെന്ന് എങ്ങനെ മനസ്സിലായി? അപ്പോൾ വഹ്ശി പറയാണ്, നീ കുട്ടിയായിരിക്കുമ്പോൾ നിൻ്റെ ഉമ്മാക്ക് ഞാൻ നിന്നെ ഒട്ടകപ്പുറത്തേക്ക് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടിയായപ്പോൾ ഒട്ടകപ്പുറത്തേക്ക് നിന്നെ എടുത്തു കൊടുത്തിട്ടുണ്ട് നിൻ്റെ ഉമ്മാക്ക്, നീ കുട്ടിയായിരിക്കുമ്പോൾ. അന്ന് ഞാൻ നിന്നെ കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോഴാണ് കണ്ട കാഴ്ചയാണ് കാലിന്, മനസ്സിലല്ലേ? അപ്പോൾ അത് വഹ്ശിൻ്റെ ആ ബുദ്ധിയും ഓർമ്മയും ആ പ്രായത്തിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് വഹ്ശിൻ്റെ ചരിത്രത്തിൽ ഈ ഒരു സംഭവം കൊടുത്ത് വായിക്കാൻ സാധിച്ചു. ഈ റാവിനെ കുറിച്ചുള്ള പഠനത്തിൽ സാധിച്ചു. അലാ കുല്ലിൻ ഉബൈദുള്ള ഇബ്നു അദി ഇബ്നു ഖിയാർ പറയാണ്, അന്ന റജുലൈനി, രണ്ട് വ്യക്തികൾ, ഹദ്ദസാഹു, ആ രണ്ട് വ്യക്തികൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഉബൈദുള്ള ഇബ്നു അദിയിനോട് പറഞ്ഞു, അന്നഹുമ, അവർ രണ്ടുപേരും, രണ്ട് വ്യക്തികളും, അത്തയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. യസ്അലാനിഹി, റസൂലുള്ളാഹിയോട് ചോദിച്ചുകൊണ്ട്, മിന സദഖയിൽ നിന്ന് വല്ലതും തരാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹിയോട് ചോദിച്ചുകൊണ്ട് രണ്ടുപേർ വന്നതായിട്ട് ആ രണ്ട് പേർ ആരോട് പറയാണ്? ഉബൈദുള്ള ഇബ്നു അദി ഇബ്നുൽ ഖിയാറിനോട് പറയാണ്. ഈ രണ്ടാളുകളുണ്ടല്ലോ, സദഖയിൽ നിന്ന് റസൂലുള്ളാഹിയോട് ചോദിച്ചപ്പോൾ ഫഖല്ലബ ഫീഹിമൻ നദർ, അല്ലെങ്കിൽ ഫഖല്ലബ ഫീഹിമൽ ബസർ, മാഫി മുഷ്കിൽ. റസൂലുള്ളാഹി അവരെ തുറിച്ചിങ്ങനെ നോക്കി, ഒന്നിങ്ങനെ നല്ലൊന്ന് സൂക്ഷ്മമായിട്ട് നോക്കിയാണ്. ഫഖല്ലബ ഫീഹിമൻ നദർ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായിട്ട് റസൂലുള്ളാഹി അവരെ നോക്കി.
ഫറആഹുമ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ രണ്ടുപേരെയും കണ്ടു. ജൽദൈനി, എന്താ ജൽദൈൻ? നല്ല അരോഗ ദൃഢഗാത്രരായി. അതാണ് ജൽദൈൻ എന്ന് പറഞ്ഞാൽ അരോഗ ദൃഢഗാത്രരായിട്ട് കണ്ടു. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൻ ശിഅ്തുമ, നിങ്ങൾ രണ്ടുപേരും ഉദ്ദേശിക്കുകയാണെങ്കിൽ ആതൈതുകുമ, നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യും? സദഖയിൽ നിന്ന് തരും. പക്ഷേ വലാ ഹദ്ദ ഫീഹ, സദഖയിൽ യാതൊരു വിഹിതവുമില്ല. ലിഗനിയിൻ, സമ്പന്നനും, വലാ ലിഖവിയിൻ മുക്തസിബ്, വലാ ലിഖവിയിൻ മുക്തസിബ് എന്താ? അധ്വാനിക്കാൻ ശേഷിയുള്ളവനും. മുക്തസിബ് എന്ന് പറഞ്ഞാൽ അധ്വാനിക്കാൻ, സമ്പാദിക്കാൻ. സമ്പാദിക്കാൻ ശേഷിയുള്ള കവി, ശക്തനും ധനികനും. ലാ ഹദ്ദ ഫീഹ, സദഖയിൽ ഒരു വിഹിതമല്ല, സദഖയിൽ യാതൊരു വിഹിതമല്ല. അപ്പോൾ ഈ ഹദീസ് എന്താ അറിയിക്കണേ? ഹദീസ് മനസ്സിലായില്ല അതിൻ്റെ അത്? അന്ന റജുലൈനി, രണ്ട് പേർ, ഹദ്ദസാഹു ഉബൈദുല്ലാഹി ഇബ്നു അദീനോട് പറഞ്ഞു. അന്നഹും, അവർ രണ്ടുപേരും അത്തയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വന്നു. യസ് അലാനിഹി, റസൂലുള്ളാഹിയോട് ചോദിച്ചുകൊണ്ട്, മിന സദഖ, സദഖയിൽ നിന്ന്. ഫഖല്ലബ ഫീഹി മന്നദുർ, റസൂൽ അവരെ ഇങ്ങനെ സൂക്ഷ്മമായി നോക്കി. ഫറആഹുമ, അപ്പോൾ റസൂൽ അവർ രണ്ടുപേരെയും കണ്ടു. ജൽദൈനി, നല്ല ദൃഢഗാത്രരായിട്ട് കണ്ടു. ഫഖാല, അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഇൻ ശിഅ്തുമ അഅതൈതുകുമ, നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും തരും. വലാ ഹദ്ദ ഫീഹ, സദഖയിൽ യാതൊരു വിഹിതവുമില്ല. ലിഗനിയിൻ, ധനികനും, വലാ ലിഖവിയിൻ മുക്തസിബ്, അധ്വാനിക്കുവാൻ പ്രാപ്തനായ ശേഷിയുള്ള ആൾക്കും. ഇമാം അഹ്മദ് ഹദീസ് റിപ്പോർട്ട് ചെയ്തു. അബൂദാവൂദ് നസായിയും ഹദീസ് ബലപ്പെട്ടതാണെന്ന് വിധിച്ചു. ഖവ്വാഹു അബൂദാവൂദ് വൻ നസായി. അപ്പോൾ ഈ ഹദീസ് അറിയിക്കണുണ്ടോ? ഹദീസ് അറിയിക്കുന്നത് ആളുകൾ നമ്മളോട് സദക്ക വന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? ആരാണ് ചോദിക്കണം അയാളെ നോക്കണം. യോഗ്യനാണോ അല്ലേ, അർഹനാണോ അല്ലേ. അല്ലാതെ നമ്മളെ സദക്ക നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഇത് അമാനത്താണ്. നമ്മൾ ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് എറിഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുത്ത് പോരുക ചെയ്യാൻ പാടുള്ളതല്ല. പിന്നെയോ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളല്ല വന്ന് ചോദിക്കണ ആളെ നോക്കുകയാണ്. ഇത് വാങ്ങാൻ അർഹനാണോ യോഗ്യനാണോ. അങ്ങനെയുള്ള അർഹർക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇത് കൊടുക്കാൻ പാടുള്ളൂ എന്നർത്ഥം. അതിലാണ് ഇപ്പോൾ പിന്നെ ഈ സദക്ക കിട്ടി അതുകൊണ്ട് തോന്നിയാസം ചെയ്യും, മദ്യപിക്കും, അല്ലെങ്കിൽ അതുകൊണ്ട് വേണ്ടാത്തരം ചെയ്യും. അങ്ങനത്തെ ആളുകളാണെങ്കിൽ കൊടുക്കാൻ പാടുള്ളതല്ല. മനസ്സിലല്ലേ? നമ്മൾ നേരിട്ട് നമ്മളത് കൊടുക്കാൻ പാടുള്ളതല്ല, വേറെയുള്ളവർ വാങ്ങിയിട്ട് അതും കൊടുക്കാൻ പാടുള്ളതല്ല. കാരണം എന്താ, ഇത് കൊടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകരിക്കാൻ യോഗ്യനാണോ അല്ലേ എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്ന രണ്ട് ആളുകൾ അവർ അധർമ്മകാരികളല്ല, പിന്നെയോ അവർ നല്ല മനുഷ്യരാണ്. പക്ഷേ അവരെന്താണ്, പ്രാപ്തരും യോഗ്യരാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞത് ഇങ്ങനെ. അപ്പോൾ ഇത് ഒട്ടും സ്വീകരിക്കാനും കൊടുക്കാനും അർഹരല്ല എങ്കിൽ അത്തരം ആളുകൾക്ക് കൊടുക്കാൻ പാടുള്ളതല്ല. സദക്ക നമ്മൾ ആളുകളിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ ഇത് അമാനത്തായിട്ടാണ് ഏറ്റെടുക്കുന്നത്. പിന്നെ നമ്മൾ കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കണം, നമ്മളുടേത് വീഡിയോ അല്ലേ എന്നുള്ളത്. അർഹർക്ക് കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, നമ്മളിൽ നിന്ന് അത് വീടുക. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.